ലോക്കൽ സമ്മേളനങ്ങളിൽ കയ്യാങ്കളിയും തമ്മിൽ തല്ലും. പ്രശ്നങ്ങൾ അവിടെ കൊണ്ട് തീരും എന്ന് പ്രതീക്ഷിച്ച നേതൃത്വത്തിന് പാടെ തെറ്റി. ലോക്കൽ കമ്മിറ്റിയിൽ പ്രാതിനിധ്യം ലഭിക്കാത്തവർ പറഞ്ഞയച്ചത് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക്. കുലശേഖര നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ പരാതികളുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് വന്ന കമ്മിറ്റിയും രണ്ടും തമ്മിൽ ഞങ്ങൾ വറഞ്ഞട്ടി നീയാടി എരുതിയിലോട്ട് വീണ അവസ്ഥയാണ്. അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നവും. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് CPM സംസ്ഥാന നേതൃത്വത്തിന് മനസ്സിലായി. വിഭാഗീയത അവസാനിപ്പിക്കാൻ ഏരിയ കമ്മിറ്റിക്ക് അവസാനത്താക്കിയത്. പക്ഷേ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഒരു പക്ഷം ചേർന്ന് വിമതരെ വെട്ടിനിർത്താനുള്ള പട്ടിക തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോഴേക്കും സംസ്ഥാന നേതൃത്വത്തിന് ഏരിയ നേതൃത്വത്തിന്റെ കഴിവുകേട് മനസ്സിലായി. അതോടെ ഏരിയ കമ്മിറ്റി തന്നെ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. വളരെ തെറ്റായ നിലയിലാണ് ചില ലോക്കലുകളിൽ സമ്മേളന പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടെടുക്കേണ്ടുന്ന നിലപാടുകൾ പൂർത്തിയാക്കാനാവാതെ ഉണ്ടായത്. പാർട്ടിക്കാകെ പ്രയാസപ്പെടുത്തിയ ഇത്തരത്തിലുള്ള നിലപാടിനെ ഒരു തരത്തിലും പാർട്ടിക്ക് അംഗീകരിച്ചു പോകാൻ സാധിക്കുന്നതല്ല. പക്ഷേ ഏരിയ നേതൃത്വത്തിന്റെ പിടിപ്പുകേട് മാത്രമല്ല കടുത്ത അച്ചടക്ക നടപടിയിലേക്ക് നീങ്ങാൻ CPM-നെ പ്രേരിപ്പിച്ചത്. അക്കാര്യം മനസ്സിലാക്കണമെങ്കിൽ 2002 പോകണം. CPM-മായി പിണങ്ങിപ്പിരിഞ്ഞ ബിബി ചെറിയാൻ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു. അന്ന് കരുനാഗപ്പള്ളിയിലെ ഏരിയ നേതൃത്വം അടപടലെയാണ് ബിബി ചെറിയാന്റെ പാർട്ടിയിലേക്ക് പോയത്. ആ ഒരു സാഹചര്യം വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് സംസ്ഥാന നേതൃത്വം അച്ചടക്കത്തിന്റെ വാളോങ്ങിയത്. അഡ്ഹോക് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താതെ സംസ്ഥാന ജില്ലാ നേതാക്കളെ ഒഴിവാക്കിയതിലൂടെ വിഭാഗീയതയ്ക്ക് നേതൃത്വം നൽകുന്നത് ഏത് ഉന്നതനായാലും നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി സംസ്ഥാന നേതൃത്വം നൽകുന്നു. കൊല്ലം ജില്ലയിലെ CPM-ന്റെ വളർച്ചയ്ക്ക് ചുക്കാൻ പിടിച്ച N. ശ്രീധരന്റെ നാട്ടിലെ വിഭാഗീയതയാണ് സംസ്ഥാന നേതൃത്വം ഇടപെട്ട് അവസാനിപ്പിച്ചത്. കരുനാഗപ്പള്ളിയിലെ പാർട്ടിയെ ഇനി നേർവഴിക്ക് നയിക്കാനുള്ള ചുമതല അഡ്ഹോക് കമ്മിറ്റിക്കാണ്. ക്യാമറമാൻ ഷാനോസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.